ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം 5.5 lakhs ആണ് എക്സ്പെൻസ് വന്നിരിക്കുന്നത്. സാധാരണ സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് ഈ പറയുന്ന റീഡിങ് സ്പേസ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ചെയ്യാൻ കഴിയും? ഈ 5.5 lakhsൽ എങ്ങനെ ഇതിൻ്റെ ഇൻറ്റീരിയർ, ഇതിൻ്റെ എലിവേഷൻ്റെ ബോക്സ് പാറ്റേണിനെക്കാട്ടിൽ ഭംഗിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. പൊട്ടത്തില്ലെന്ന് ഒരിക്കലും പറയില്ല. ഒരു കള്ളന് വേണമെങ്കിൽ ഈസി ആയിട്ട് പൊട്ടിക്കാമെങ്കിൽ അതിനെക്കാട്ടി എളുപ്പമാണ് നമ്മുടെ ഒരു മെയിൻ ഡോർ ബ്രേക്ക് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ, വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് 1600 സ്ക്വയർ ഫീറ്റിൽ 35 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ സ്വപ്ന സുന്ദര മനോഹര ഭവനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ആർക്കിടെക്ട് റെഡിയാണ്. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? ഉണ്ണി. ഉണ്ണി. വളരെ സുന്ദരമായ വീടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. താങ്ക് യു. ഭയങ്കര രസമുണ്ട്. അകത്തോട്ടൊക്കെ കയറിയിട്ട് ഭയങ്കര എന്താ പറയണ്ട, ഒരു കിടിലൻ ഫീലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ സ്ഥലം മാവേലിക്കര വെട്ടിയാർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയുള്ള എല്ലാ ടെറൈൻസും കുത്തനെയാണ് കിടക്കുന്നത്. ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഡെഫിനറ്റ് ആയിട്ട് മണ്ണിട്ടൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ആ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇത് ലെവലപ്പ് ആക്കിയിരിക്കുന്നത്. കാരണം റോഡ് ലെവലിനെക്കാട്ടും താന്നിട്ടായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. നമ്മൾ കുറേ ഏറെ മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് ഈ ലെവലിലേക്ക് നമ്മൾ ഇപ്പം കാണുന്ന വിധത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഗ്രൗണ്ടിൽ നോർമലി നാച്ചുറൽ സ്റ്റോൺ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ പാത്ത് വേയിലൂടെയാണ് എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇട്ടത്. അപ്പോൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്നു. പിന്നെ അതിനിടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു, പിന്നെ പേൾ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. എന്തിനാണ് ഈ പേൾ ഗ്രാസ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് അതിൻ്റെ ആ ഒറിജിനാലിറ്റിക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കിയത്? ഫൈനൽ സ്റ്റേജിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഫൈനൽ സ്റ്റേജിലാണ് ശരിക്കും ഈ ഒരു പാത്ത് വേ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികം ഇതിനകത്ത് പുള്ളി കളിക്കില്ല, അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വീടാണ്. കുറച്ച് ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടോട്ടൽ എലമെൻറ്റ്സ് വരുമ്പോൾ ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ കേട്ടേണ്ട ഒരു സാഹചര്യം വന്നത്. സാധാരണ നിലപാടിൽ നമ്മൾ വീടൊക്കെ വെച്ച് ലാൻഡ്സ്കേപ്പിന്റെ ഫൈനൽ സ്റ്റേജ് അതൊരു വലിയ പോയിന്റാണ്. ആ സമയത്തേക്ക് എന്ത് ഹറിബറി ആ പാലുകാച്ചിന് മുന്നേ ചെയ്യാം എന്നുള്ളതാണ് എല്ലാവരും നോക്കുക അല്ലേ. ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ഈ ഗേറ്റും ഈ ഫെൻസിങ്ങും ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് സ്ട്രക്ചറൽ ട്യൂബിൽ 1x1 മെഷ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ മെത്തേഡിൽ. പക്ഷേ സത്യമായിട്ടും നമ്മളുടെ ഈ വീടിൻ്റെ ഇത്രയും ഭംഗിയെ ഒരു അതിൻ്റെ ഒരു എലഗൻസിനെ ഒരു ചോദ്യം ചെയ്യുന്ന പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇത്രയും ഇവിടെ മാത്രം ഒരു കോസ്റ്റ് ഇത്രയും കുറച്ചിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാൻ കാര്യം? റോഡ് വൈഡനിങ്. ഈ റോഡിന് വീതി കൂടാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഒരു പെർമനന്റ് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ പൊളിച്ചു മാറ്റേണ്ട സാഹചര്യം വരും. വെറുതെ ഒരു പൈസ കളയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടെമ്പററി സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡിൽ ഈ ഒരു രീതിയിൽ ഒരു ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ നമ്മളിത് വളരെ ഭംഗിയായിട്ട് ഈ വീടിൻ്റെ ഒരു പ്രത്യേക ഷേപ്പാണ്. ഇതിന് ഒരു കണ്ടംപററി മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു ബോക്സ് പാറ്റേൺ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബോക്സ് പാറ്റേൺ. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഒരു എലമെന്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചറലാണ് അത് കൊടുത്തിരിക്കുന്നത്. തൂണ് കൊടുത്തിരിക്കുന്നത് സ്ട്രക്ചറൽ, പിന്നെ അതിൻ്റെ റൗണ്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അത് ഈ ഒരു എലമെന്റ് ഇവിടെ വരാൻ നേരത്തെ ഉണ്ണി വേറെ എന്തെങ്കിലും പ്ലാനിങ് ഇതിൽ ചെയ്തിരുന്നു ഈ ഡിസൈൻ? ഒരു ഡിസൈനിന്റെ എലമെന്റിൽ ഈ ഒരു സ്പാനെ ഒന്ന് ഡിവൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഈ ലൂവർ ശരിക്കും ബേസിക്കലി ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്തതാണ്. ഒരു AC അവിടെ വന്നതുകൊണ്ട് അതിനെ ഒന്ന് ഹൈഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു മെറ്റൽ ലൂർ നമ്മൾ ഈ ഫ്രണ്ടിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പൊ അത് സത്യമാണ്. ഇപ്പൊ എപ്പോഴും എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പൊ ആ ഒരു AC-യുടെ ആ ഒരു ബുദ്ധിമുട്ട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാതിരിക്കാൻ എലിവേഷനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ സിറ്റ് ഔട്ട് പോർഷനിലേക്ക് വരുന്നു. ശരിക്കും സിറ്റ് ഔട്ട് ഒരു പരന്ന ഒരു വൈഡ് ഏരിയ സിറ്റ് ഔട്ടാണ് കൊടുത്തത്. എന്തായിരുന്നു ഈ സിറ്റ് ഔട്ട് ഇത്രയും വൈഡൻ ആക്കാനുള്ള ഒരു കാര്യം? എലിവേഷന്റെ പാറ്റേൺ ഇങ്ങനെ വന്നതുകൊണ്ടാണ്. ശരിക്കും സിറ്റ് ഔട്ട് അല്ല വൈഡ്, ഇതിൻ്റെ സ്റ്റെപ്പാണ് വൈഡ് ചെയ്തേക്കുന്നത്. അപ്പം സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും അതിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ കാണുന്ന ഒരു ചെറിയ സ്റ്റെപ്പ് അത് വേണ്ട.
ഈ ലെവലിലേക്ക് ഇതിനെ സ്റ്റെപ്പ് കൊണ്ടുവരാമെന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കുകയും സ്റ്റെപ്പ് വലുതാവും തോറും നമ്മുടെ സിറ്റ് ഔട്ട് വലിപ്പം നോർമലി ഫീൽ ചെയ്യും. അതാണ് എൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പാണ് ശരിക്കും നമ്മൾ വലിപ്പം കൂട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഈ പോർഷൻ ശരിക്കും നോർമൽ സിറ്റ് ഔട്ടിന്റെ 5 ഫീറ്റേ ഉള്ളൂ, 5 അടിയേ ഉള്ളൂ. 5 അടിയേ ഉള്ളൂ. അത് വളരെ കറക്റ്റാണ്. കാര്യം ഇത്രയും വൈഡൻ കൊടുത്തപ്പോൾ ഞാനും വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര ഒരു ഏരിയ പോലെ അല്ലേ. അതാണ് ഒരു സംഭവം. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിന്റെ മുകളിൽ ഇതിന്റെ ഭിത്തിയിലെല്ലാം വോൾ ക്ലാഡിങ് കൊടുത്തു. സാധാരണ നമ്മൾ ഫ്രണ്ട് എലിവേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ക്ലാഡിങ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വലിയ വിൻഡോ വരേണ്ടതാണല്ലോ അകത്തേക്കുള്ള ആക്സസിന്. ഇവിടെ എന്താണ് ആ വിൻഡോ വരാതെ ചെയ്തതിനുള്ള കാരണം? അത് അകത്ത് കയറുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് വിൻഡോ ഇവിടെ നിന്ന് മാറ്റിയെന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു പ്രത്യേകത ഇല്ലാതെ പോയത് അകത്ത് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ കയറുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറാം. അകത്താണ് ഇതിന്റെ വിശേഷങ്ങൾ മൊത്തം ഇരിക്കുന്നത്. ഇതിന്റെ ഡോർ ചെയ്തിരിക്കുന്നത് തേക്കൂട്ടാണോ? ടീക്കാണ്, പോളിഷ് ചെയ്തിരിക്കുക. അപ്പം സാധാരണ ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീടിന്റെ ഇന്റീരിയേഴ്സ് കംപ്ലീറ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൽ മെറ്റീരിയലാണ്. ഈ സ്ട്രക്ചറൽ മെറ്റീരിയൽ നിങ്ങൾക്ക് എല്ലാം കൂടി കോസ്റ്റ് ഒരു 5.5 lakhs ആണ് വന്നിരിക്കുന്നത്. അതായത് ഇന്റീരിയറിനെല്ലാം കൂടി 5.5 lakhs ആണ് വന്നിരിക്കുന്നത്. ഈ 5.5 lakhs എങ്ങനെ ഇതിന്റെ ഇന്റീരിയർ, ഇതിന്റെ എലിവേഷന്റെ ബോക്സ് പാറ്റേണിനെക്കാട്ടിൽ ഭംഗിയാണ് ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്റീരിയറിന്റെ ഭംഗിയെല്ലാം നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. അകത്ത് കിടക്കുമ്പോൾ ഇവിടെ വളരെ മനോഹരമായ ഒരു ലിവിങ് സ്പേസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെടികളുടെ ഒരു കുറ്റി കാടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. വെളിയിലത്തെ ആ ഒരു ഗ്ലാസ് അതിൻ്റെ മുകളിൽ ടോപ്പിൽ സ്ട്രക്ചറിൽ ചെയ്തിട്ട് മുകളിൽ പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ട് അതിൻ്റെ ലൈറ്റിൻ്റെ ആക്സസും കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇവിടെ വേറെ ചെടികളൊന്നും സെലക്ട് ചെയ്യാതെ ബാംബൂസ് മാത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മളിത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരു പ്ലാന്റ് മനസ്സിലുണ്ടായിരുന്നു. ഡിസൈൻ സമയത്ത് തന്നെ ക്ലയൻറ്റിന് കോർട്ട്യാർഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബാംബൂവിൻ്റെ എലമെൻറ്റ്സും ഒക്കെ വേണമെന്നൊരു സാധ്യത വന്നപ്പോൾ നമ്മൾ ഈ കോർട്ട്യാർഡിനകത്ത് ലിവിങ് ഏരിയയിൽ ഒരു ബിഗർ ബാംബൂസ് തന്നെ പ്ലാൻ ചെയ്യുകയും ഇപ്പം തന്നെ വിഷ്ണുവിന് മനസ്സിലായി കാണും, എയർ ഫ്ലോ നന്നായിട്ടുണ്ടാവും, ചൂട് കുറവാണ്. അതിൻ്റെ കാരണം ഹൈറ്റ് കൂടുതലാണ്. ഈ റൂമിന് എൻ്റെ റൂം സൈസ് 360 by 360 ആണ് റൂം സൈസ്. അതിൻ്റെ ഹൈറ്റും 360 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ സൈഡ് തുറന്നു കിടക്കുകയാണ്. എയർ ഫ്ലോ വളരെ പ്രോപ്പറാണ്. നല്ലതായിട്ടുള്ള വെട്ടം ഉള്ളിലേക്ക് വരുന്നുണ്ട്. അത് ശരിക്കും വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റും അടിച്ചിട്ടുണ്ട്. വെളിയിൽ നിന്നൊരു ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ. അത് ഒരു ലിവിങ് സ്പേസ് എന്ന് പറയുമ്പോൾ ഈ ലിവിങ് സ്പേസ് ഇതുകൂടി ആയപ്പോൾ ഒരു വൈഡനിങ്, ഭയങ്കര വൈഡ് ഏരിയ പോലെ തോന്നും. ശരിക്കും 1600 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മളിപ്പോൾ സിറ്റ് ഔട്ട് പോർഷൻ കണ്ടു, ഒരിക്കലും അത് ഫീൽ ചെയ്യില്ല. ലിവിങ് സ്പേസ് കണ്ടു, അതും ഒരിക്കലും ഇത് ഫീൽ ചെയ്യില്ല. പിന്നെ ആ ഒരു ഭംഗി മൊത്തത്തിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന ബോക്സ്, അതായത് നമ്മുടെ സ്ക്വയർ ട്യൂബിനകത്ത് അയൺ റോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 12mm റൗണ്ട് റോഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റും 12mm റൗണ്ടും ഫ്ലാറ്റും കൊടുത്ത് നമ്മൾ നോർമൽ ജനൽ വിൻഡോ ചെയ്യുന്ന പോലെ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ബാംബൂസിനെ പറ്റി ഞാനൊന്ന് അന്വേഷിച്ചു. ഈ ബാംബൂസ് ശരിക്കും മാർക്കറ്റിൽ ലെങ്ത് വൈസ് ആണ് അവൈലബിൾ ആവുന്നത് അല്ലേ? ഈ നമ്മുടെ നഴ്സറിന്നൊക്കെ ഞാൻ എൻ്റെ ഒരു പർപ്പസിന് വേണ്ടി ഞാൻ അന്വേഷിച്ചപ്പോൾ ബാംബൂസ് നമുക്ക് പല ലെങ്തിൽ ഹൈറ്റിലുണ്ട്. ആ ഹൈറ്റിനനുസരിച്ചിട്ടാണ് പ്രൈസ് വന്നത്. ഇവിടെ ഇപ്പം ശരിക്കും ഈ ഹൈറ്റ് ഉള്ള ഇത് ഈ ഹൈറ്റിന് തന്നെ നിങ്ങൾ വാങ്ങിച്ച് അങ്ങനെ തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. അങ്ങനെ തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ പാറ്റേണിനെ ഭയങ്കരമായിട്ട് എന്താ പറയണ്ട, ആ ഒരു എക്സാജറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടൈലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടൈൽ കജാരിയാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ ഇവിടെ ഒരു ക്ലോസ് ചെയ്യാനായിട്ടൊരു ഗ്രാനൈറ്റ് ബോർഡറും കൊടുത്തിട്ടുണ്ട്, എലമെന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ TV സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൈവുഡ് മൈക്ക ലാമിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ. ഇവിടെ എന്താണ് WPC കൊടുക്കാതെ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ ഇങ്ങനൊരു എലമെന്റ് വെച്ച് ചെയ്യാനുണ്ടായ കാരണം? നമ്മുടെ വീടിനകത്തെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. മറ്റ് കളറുകളോ ഒന്നുമില്ല. ചില ഏരിയയിൽ മാത്രം ഡിഫറെൻറ്റ് കളറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒറ്റ സ്റ്റൈൽ തന്നെയാണ്. ഇപ്പം ഫ്ലോറിങ് നോക്കിയാലും കോമൺ ഏരിയ മുതൽ നമ്മുടെ ബെഡ്റൂം അടക്കം ചെറിയ ടൈൽ വേരിയേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം കിച്ചണിൽ ഒരു ടൈലാണ്, ഹാളിൽ ഒരു ടൈലാണ്. അപ്പം എല്ലാം ഒരു സിമ്പിൾ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ഈ ഫർണിച്ചേഴ്സിൻ്റെ ഒക്കെ ഡിസൈൻ നിങ്ങൾ തന്നെയാണല്ലോ ചെയ്തേക്കുന്നത്? എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ചോദിച്ചു, ഇതിൻ്റെ ഈ സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ഈ ഫർണിച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഈ സെപ്പറേഷൻ പാറ്റേൺ നമ്മൾ ശരിക്കും ഇത് അരക്കര സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. 15 x 15 mm സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്ലൈവുഡ് കൊടുത്തിട്ട്
ആ ഒരു ഷോക്കേസിങ് പോലെ ചെയ്തിരിക്കുന്നത്, രണ്ടിടത്തും ആക്സസിങ് ആയിട്ട് എന്നാൽ സെപ്പറേഷൻ വരുന്ന രീതിയിൽ ആ സാധനം ചെയ്തിരിക്കുന്നത്. ഈ സോഫ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ മെറ്റലാണ്? സ്ട്രക്ചർ മെറ്റലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ വരുമ്പോൾ ഡൈനിങ് ടേബിളും സ്ട്രക്ചറലാണ് ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചറൽ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഈ സ്ട്രക്ചറൽ ട്യൂബ് ചെയ്തത് കൊണ്ടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം 5.5 lakhs ആണ് എക്സ്പെൻസ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മളൊരു ഇൻറ്റീരിയർ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു 10, 12, 15 ആ റേഞ്ചിൽ പോകേണ്ടടുത്ത് അത്രയും കോസ്റ്റ് കുറയ്ക്കാൻ ഇവിടെ സാധിച്ചു. അപ്പം നമ്മളുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 35 നമ്മൾ പറഞ്ഞു, ഇൻറ്റീരിയർ നമുക്ക് മൊത്തത്തിൽ 5.5, പിന്നെ ഈ കർട്ടൺസ് എല്ലാം കൂടി ഒരു 50,000, ടോട്ടൽ ഒരു 6 lakhs എല്ലാത്തിനും കൂടി ആയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇനി അടുത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഈ സ്റ്റെപ്സാണ്. ഈ സ്റ്റെപ്സും പൂർണ്ണമായിട്ട് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിന്റെ ഈ സ്ട്രക്ചറൽ ട്യൂബ് എന്ന് പറയുന്നത് 3x3 സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ലാൻഡിങ് കൊടുത്തിട്ട് ലാൻഡിങ് ഫ്ലാറ്റ് ആയിട്ട് കൊടുത്തിട്ട് അത് കോൺക്രീറ്റ് ആണോ? അല്ല, ഇത് വുഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മെറ്റൽ ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റിന്റെ മുകളിൽ വുഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും സ്ട്രക്ചറലാണ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ട്. പിന്നെ സാധാരണ എല്ലാവരും ഇപ്പം ഞാൻ 2-3 വീഡിയോ ചെയ്തതിനകത്തെല്ലാം തന്നെ ആൾക്കാർ ഈ സ്റ്റെപ്പിന്റെ അടിഭാഗം, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ ആ സ്റ്റെപ്പിന്റെ അടിയിൽ അവർ പൂജാ റൂമാണ് ചെയ്തത്. അവരുടെ ഒരു പൂജാ റൂം ചെയ്തിരുന്നു. അപ്പോൾ അതിന് കുറേ കമന്റ്സ് ഒക്കെ വന്നു, വീടിൻ്റെ അടിയിൽ പൂജാ റൂം കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ സാറും വൈഫും ഇവരെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇവർ രണ്ടുപേരും പിന്നെ ഇതിനകത്തൊരു ട്വിസ്റ്റും ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇവർ വളരെ വായനാശീലം ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്കൊരു റീഡിങ് സ്പേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇനിഷ്യലി നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടായിരുന്ന സാധനമാണ്. അതെ, നമ്മൾ ഒരു സ്ഥലം പോലും ഇത് മിനിമലിസ്റ്റിക് ആണ് ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞത്. കയറി വരുമ്പോൾ തന്നെ ഒരു ഫർണിച്ചർ ഇടാനുള്ള സ്പേസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥലം പോലും നമുക്ക് വേസ്റ്റ് ആക്കാൻ കഴിയില്ലായിരുന്നു. അപ്പം ശരിക്കും അവർ നന്നായിട്ട് ബുക്സ് ഒക്കെ വായിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സ്റ്റെയറിൻ്റെ അടിയിൽ സ്പേസ് പ്ലാൻ ചെയ്തുകൂടാ എന്നൊരു തോന്നൽ വരികയും അപ്പോൾ ഇൻവെർട്ടർ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്പേസ് നമുക്ക് കുറച്ച് ബുക്സ് വെക്കാം. കുറച്ച് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ തല തട്ടുക എന്നുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ നമുക്ക് ആ സ്പേസ് യൂസ് ചെയ്യുക എന്നുള്ള തരമാണ്. ഞാൻ ഇന്നൊരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണ സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് ഈ പറയുന്ന റീഡിങ് സ്പേസ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ചെയ്യാൻ കഴിയും? കൂടുതലും നമ്മൾ കാണുന്നത് കൂടുതൽ ഈ ഇൻവെർട്ടർ പോലുള്ള അല്ലെങ്കിൽ സ്പേസ് ആയിട്ട് ബോക്സ് പോലെ ആക്കുക. പക്ഷെ അതിന് പകരമായിട്ട് ഇതുപോലെ വാല്യൂ ആഡഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട് മാറ്റാം. ശരിക്കും ഈ നമ്മൾ ഈ സ്റ്റെയറിൽ നിന്ന് മാറ്റി ചിന്തിച്ചാൽ ഈ വേണമെങ്കിൽ ഈ സ്റ്റെപ്പായിട്ട് തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആക്കാം. ഒരു കോർട്ടുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം. എങ്ങനെ തരത്തിലും നമ്മുടെ ചിന്താഗതിയുടെ കൂട്ടാണ് ശരിക്കും ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഈ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തരത്തിലേക്ക് പ്ലാൻ ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടുത്തെ നമ്മുടെ 4 വയസ്സുള്ള മോനാണുള്ളത്. അവന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേ ഏരിയ ആയിട്ട് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. അതെ, നമ്മൾ ഈ സ്വർണ്ണക്കടകളിലൊക്കെ പോകുമ്പോൾ പിള്ളേരെ മാനേജ് ചെയ്യാനായിട്ട് അവരുടെ ഒരു ടാക്ടിക്സ് ആണ്. അവർ പിള്ളേരെ എല്ലാം കൂടെ കൊണ്ടിരുത്താനായിട്ടൊരു ചെറിയൊരു ഏരിയ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം നമ്മളുടെ ഇവിടെ ഇതാണ് ഡൈനിങ് സ്പേസ്, അതായത് ലിവിങ് സ്പേസ്, ഫോർമൽ ലിവിങ് സ്പേസ്, അതുപോലെ ഡൈനിങ് സ്പേസ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഡൈനിങ് സ്പേസിൻ്റെ ഏരിയ കുറച്ച് കൂടുതലാണ്, വലുതാണ്, കുറച്ച് വൈഡ് ആയിട്ടാണ്. 360x400 അത്രേ ഉള്ളൂ. പക്ഷെ സംഭവം ആ ഒരു ഫീല് വേറെയാണ്. അത് ശരിക്കും തുറന്ന് കിടക്കുന്നതുണ്ട്. ഇപ്പൊ സ്റ്റെയർ, ലിവിങ്, പിന്നെ ഒരു പേഷ്യോ, ആ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ഷോക്കേസിങ്ങിന്റെ ഒരു ഗുണം 100%. അതിപ്പോൾ ഒരു പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ട് അടച്ചിട്ട് അവിടെ ഒരു TV സ്പേസ് ആക്കിയിട്ട് ഈ ഫർണിച്ചർ തിരിച്ചിട്ടിരുന്നെങ്കിൽ അത് അടഞ്ഞു പോകുമായിരുന്നു. അതെ, അത് അടഞ്ഞു പോകാതെ TV സ്പേസ് അവിടെ കൊടുത്തുകൊണ്ട്, അപ്പം ആ TV സ്പേസ് അവിടെ കൊടുത്തുകൊണ്ടാണ് ഫ്രണ്ടിൽ വിൻഡോസ് വരാഞ്ഞത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന കോർട്ട്യാർഡാണ്. അതെ, അപ്പോൾ കോർട്ട്യാർഡിനാണ് ഈ വീട്ടിലൊരു ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അപ്പം സ്വഭാവമായിട്ട് ആ ലിവിങ് ഇപ്പം നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലും ഒരു ഇരിക്കാൻ ഉള്ള ഒരു ഏരിയ ആണല്ലോ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ. അതിനോട് ചേർന്ന് ഒരു നല്ലൊരു ബിഗർ കോർട്ട്യാർഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് പോകാനായിട്ട് ഇവിടെ UPVC വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ UPVC വിൻഡോസ് 3 റെയിലിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 3 റെയിലിൻ്റെ. സാധാരണ നമ്പർ ഓഫ് റെയിൽസ് UPVCയിൽ കൊടുക്കുന്നത് ക്വാളിറ്റി, അതിൻ്റെ ആ ഒരു ഈസിനെസ്, ഹാൻഡിൽ ചെയ്യാനുള്ള ഈസിനെസ്സിനെ കൂട്ടും അല്ലേ. നമുക്ക് പലതരത്തിൽ ഇത് ചിന്തിക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഇത് പ്ലാൻ ചെയ്തത് ശരിക്കും 2 ഫിക്സറും 2 മൂവുമായിരുന്നു. പിന്നീട് നമ്മൾ ഇതിനെ ഒരു 3 ട്രാക്കിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഈ 3 ട്രാക്ക്, എൻ്റെ ചോദ്യം, ഈ 3 ട്രാക്ക് ആകുമ്പോൾ, ഇപ്പോൾ 3 ട്രാക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ UPVC മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എളുപ്പം സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്. അതായത് അതിൻ്റെ ഇപ്പം തന്നെ ഒരു ഈസി മൂവിങ് സാധ്യമാക്കും.
ആ ഒരു ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടാനുള്ള ഒരു കാരണമാക്കാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇത് വെളിയിലോട്ടും നമ്മളൊരു പാറ്റിയോ സ്പേസ് ഇൻ ഫ്യൂച്ചറിലേക്ക് ഒരു പാറ്റിയോ സ്പേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ വെച്ച് സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ചൂടിന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റൂല. അകത്ത് ചൂട് കുറവല്ല. അത് വളരെ ചൂട് കുറവാണ്. കാര്യം ഇത് ഇത്രയും ചെടികളുണ്ട്, ഈ ഓപ്പൺ സ്പേസ് ഉണ്ട്, വിൻഡ് മൂവ് ചെയ്യാനുള്ള ആ സർക്കുലേഷൻ, എയർ സർക്കുലേഷനുള്ള കോട്ടുണ്ടായതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ചൂട് ഉള്ളിൽ. സാധാരണ ഫ്ലാറ്റ് വീടുകൾക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നം ചൂട് കൂടുതലാണ്. അപ്പോൾ ഇതിവിടെ എന്ന് വെച്ചാൽ എയർ ഫ്ലോ വളരെ പ്രോപ്പറാണ്. അതുകൊണ്ടാണ് പൊതുവെ ഇതിനകത്ത് ചൂട് ഒരു കുറവ് നോർമലി ഉള്ളത്. ഈ വൈഡ് ഏരിയ മാത്രമല്ല എയർ സർക്കുലേഷൻ, പിന്നീട് ഇതിന്റെ സൈസ്, ഹൈറ്റ്സ് നോർമൽ ഹൈറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. അതെ അല്ലേ? ഇവിടെയല്ല, ലിവിങ് സ്പേസിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ ഹോട്ട് എയർ എപ്പോഴും ഈ നമ്മുടെ റൂഫ് പൊങ്ങി നിൽക്കുന്ന സ്ഥലത്തേക്ക് വരും, സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അപ്പം നമ്മുടെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കോർട്ട്യാർഡ് വഴി നല്ലൊരു എയർ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ചൂട് തങ്ങി നിൽക്കുന്നില്ല വീടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ സീലിംഗ് ഫാൻ യൂസ് ചെയ്യുമ്പോഴും സാധാരണ റൂം എങ്ങനെയാണ്, കോൺക്രീറ്റ് ചൂടായ തണുക്കില്ല. അപ്പോൾ ആ ചൂട് തന്നെയാണ് സീലിംഗ് ഫാൻ ഉപയോഗിച്ചുകൊണ്ട് താഴോട്ട് അടിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ചൂട് നമുക്ക് ഉള്ളിലിരിക്കുന്നവർക്ക് അനുഭവപ്പെടും. പക്ഷേ ഇവിടെ വരുമ്പം കോർട്ട്യാർഡിൻ്റെ ഗുണം അതാണ്, ശരിക്കും ആ ഒരു തണുപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സാധാരണ വീട്, ഈ ട്രഡീഷണൽ വീട് നിർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഈ ട്രഡീഷണൽ വീട് നിർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വീടിൻ്റെ നടുക്കൊരു ഏരിയ ഫുള്ളി അങ്ങ് വേസ്റ്റ് ആക്കി കളയും. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ, ക്ലീൻ ചെയ്യാൻ പറ്റാതെ, എപ്പോഴും വീട് ആദ്യം ഒരു ആവേശത്തിലൊക്കെ പണിയും. പക്ഷെ അതിൻ്റെ ഏരിയ കൂടുന്നതനുസരിച്ച് അത് ചെയ്യാൻ, അതായത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പ്രശ്നം കൂടി വരും. പക്ഷേ അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അത് വളരെ എഫക്റ്റീവായിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ടോപ്പിൽ നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിട്ട് അവിടെ വെട്ടം റൂമിനുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ. നമുക്ക് ഇവിടെ ഇരിക്കാം, ഇപ്പം ഡൈനിങ് ടേബിൾ അല്ല, നമുക്ക് ഇവിടെ ഇരിക്കാം, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം. പിന്നെ നാച്ചുറൽ പെബിൾസ് ഇട്ടിട്ട് അത് വളരെ ലൈവായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ കോർട്ട്യാർഡ്, ഈ സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ കോർട്ട്യാർഡ് കൊടുത്തിട്ട് അതിനോട് ചേർന്നിട്ട് നമ്മുടെ വാഷ് കൗണ്ടറും ഇതിനോട് കണക്റ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൊറോക്കൻ സീരീസ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ണി സാധാരണ വീടുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഏരിയകളിൽ മൊറോക്കൻ സീരീസ് ടൈൽസിൻ്റെ ഡിസൈനിങ് കൂടുതൽ കൊടുക്കാറുണ്ടോ? ഹൈലൈറ്റ് ചെയ്ത സ്ഥലങ്ങളെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. ചില ഹൈലൈറ്റ് ചെയ്യുന്ന പർപ്പസ് ആയിട്ടൊരു സ്ഥലം വരുമ്പോൾ നമ്മളിങ്ങനെ മൊറോക്കൻ അല്ലെങ്കിൽ ഈ അറബിക് പാറ്റേൺസ് ഒക്കെ ജനറലി നമ്മൾ കൊടുക്കാറുണ്ട്. ഈ മൊറോക്കൻ ഇപ്പോൾ എല്ലാ വീട്ടിലും കോമൺ ആയിക്കൊണ്ടിരിക്കുക. അതെ, അത്താൻകുടി ടൈൽസുമായിട്ട് മാച്ച് ആവുന്ന ഒരു സാധനം ഈ മൊറോക്കൻ സീരീസ് ആണ്. അതെ. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മളുടെ സാൻഡ് കോട്ടൺ, സാൻഡ് ഭയങ്കര ആ ഒരു ഫിനിഷ് വരുന്ന ടൈലുകൾ കജാരിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ സാധനം കൊടുത്ത ഹൈലൈറ്റിങ് കുറച്ചുകൂടെ പ്രോപ്പർ ആകാൻ സാധ്യതയുണ്ട്. ഉണ്ട്. നമ്മൾ ഓരോ ആർക്കിടെക്ട്സിനും ഓരോ വിഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടൊരു പ്ലാനിങ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ആ സ്പേസിനെ എങ്ങനെ യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് ഈ ടൈലുകൾ നമ്മൾ കൊടുക്കാറുള്ളത്. ഈ മൊറോക്കൻ സീരീസ് ടൈൽസ് ഇപ്പോൾ കോമൺ ഫാക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ്, ബാത്ത് ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ്, സാനിറ്ററി വെയർസ് ഇതെല്ലാം ഇവിടെ VGC ബീനെ കിട്ടുമ്പം എന്തിനാ നീ വേറെ വല്ലയിടത്തും പോകണം? ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. നമ്മൾ ഇനി നമ്മളുടെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. കിച്ചൺ വളരെ ചെറിയ, ഇവിടുത്തെ മാഡത്തിന് ആക്സസിബിൾ ആയിട്ടുള്ള കിച്ചണാണ്. വളരെ സിമ്പിൾ കിച്ചൺ. അപ്പോൾ ഈ കിച്ചൺ ശരിക്കും എത്രയാണ് ഇതിന്റെ നീളവും വീതിയും വന്നിരിക്കുന്നത്? 360x330 ആണ്. 360x330 ആണ് ഇതിന്റെ റൂം സൈസ്. ഇത് പ്ലൈവുഡ് മൈക്കയിലാണോ ചെയ്തിരിക്കുന്നത്? പ്ലൈവുഡ് മൈക്ക, ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വുഡൻ ഹോപ്പ് കൊടുത്തിട്ടുണ്ട്. വുഡൻ ഹോപ്പ് ഉണ്ട്. ടൈല് നമ്മുടെ കോമൺ ഏരിയയിലെ ടൈല് തന്നെ കൊടുത്തേക്കുന്നത്. ഈ ടൈൽസ് നമ്മൾ ചില വീഡിയോകൾക്ക് കണ്ടിട്ടുണ്ട്. കിച്ചണിലേക്ക് ഒരു പാറ്റേൺ, അതുപോലെ തന്നെ ലിവിങ്ങിലേക്ക് ഒരു പാറ്റേൺ, അങ്ങനെ പറഞ്ഞിട്ട് പാറ്റേൺ ഡിഫറൻസ് ആയിട്ട് ടൈല് കൊടുക്കുന്നതാണോ ഏറ്റവും ബെസ്റ്റ്? ഒറ്റ പാറ്റേൺ എല്ലായിടത്തും ഒരേപോലെ ഫ്ലറിഷ് ചെയ്ത് കൊടുക്കുന്നതാണോ ഉണ്ണിയുടെ ഒരു സ്റ്റൈൽ? ഞാനെപ്പോഴും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ആ ഡിസൈൻ എങ്ങനെയാണോ വരുന്നത് ആ പാറ്റേണെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഫ്ലോർ ടൈൽ തന്നെ എൻ്റെ വാൾ ടൈൽ അത് തന്നെ കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പം നമ്മളിപ്പം ഗ്രേ ടോൺ എല്ലായിടത്തും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു നമ്മളാണല്ലോ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മളായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കുമ്പോൾ അതിന് ഏത് ടൈല് വേണമെന്നുള്ളൊരു പാറ്റേൺ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിന് ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് സ്ലാബാണ് കൊടുത്തിരിക്കുന്നത്. അത് മറ്റേ ഇതിലോട്ടൊന്നും പോയില്ല, ഒന്നും പോയില്ല. വേറെ ടൈൽസിലോട്ടോ വേറെ കോട്ട്സിലോട്ടോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അതും ഒരു കോസ്റ്റ് കുറയാനുള്ള ഒരു ചെറിയ കാരണമാണ്. അതെ, ശരിക്കും കോസ്റ്റ് മാത്രമല്ല, എൻ്റെ ഡിസൈൻ ഇങ്ങനെ തന്നെ ബ്ലാക്ക് വേണമെന്നൊരു താല്പര്യം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ. അപ്പം ഇനി ഇതിന്റെ ഷോ കിച്ചൺ കഴിഞ്ഞു. ഷോ കിച്ചൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഇവരുടെ കംപ്ലീറ്റ്ലി ആക്യുപ്പൈഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കിച്ചണിലാണ് ആക്ടിവിറ്റി കംപ്ലീറ്റ് നടക്കുന്നത്. നല്ല രീതിയിൽ എൻ്റെ എക്സിക്യൂഷൻ വന്നിട്ടുണ്ട്. ഈ എപ്പോഴും ഈ വലിയ കിച്ചൺ, ഈ ഷോ കിച്ചൺ ചെയ്ത് വെറുതെ ഇട്ടിട്ട്
അത് ഉപയോഗിക്കാതെ അതിന് കുറച്ച് കാശ് കളഞ്ഞ് വർക്ക് ഏരിയ കിച്ചൺ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഇന്നത്തെ പുതിയ ജനറേഷനിലുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം, ഇതിന് ടോട്ടൽ എത്ര ബെഡ്റൂംസ് ആണ്? 2 bedrooms ആണ് ഉള്ളത്. 2 bedrooms ആണുള്ളത് അല്ലേ? എത്രയാണ് ഇതിന്റെ സൈസ്? നമ്മുടെ ഇത് 360x420. 360x420 ആണ്. ഇവിടെ ഒരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട്. ബേ വിൻഡോ ചെയ്തിട്ട് നമ്മുടെ വെളിയിലേക്കുള്ള ആ ഗ്ലാസ്സിലൂടെ ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റീഡിംഗ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഹെഡ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയൊരു അലങ്കാരമൊന്നും കൊടുക്കാതെ ഒരു സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്, വളരെ സിമ്പിളായിട്ട്. പിന്നെ ഇവിടെ ഒരു ഓഫീസ് സ്പേസ്, ഇവര് വർക്ക് ഫ്രം ഹോം ആണ് രണ്ടുപേരും. അതെ. അപ്പൊ ഈ അവർക്ക് ആ ഒരു വർക്ക് സ്പേസിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള വർക്ക് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബ്സ് എല്ലാം തന്നെ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് മെറ്റലാണ്. മെറ്റലിനകത്ത് നമ്മൾ പ്ലൈവുഡ് ഫ്രെയിം ചെയ്തേക്കുക. അല്ലാതെ എങ്ങനെ പറ്റും 5.5 lakhsന് നിങ്ങൾക്ക് എങ്ങനെ ഈ കംപ്ലീറ്റ് ഇന്റീരിയേഴ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും? സ്ട്രക്ചറൽ ചെയ്യുമ്പോൾ ട്യൂബ്സ് എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ട്യൂബിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ APL അപ്പോളോ ട്യൂബിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 83 rupees ആണ് per kg മാർക്കറ്റ് റേറ്റ്. ടാക്സ് ഉൾപ്പെടെ 83 rupees ആണ്. അപ്പോൾ സാധാരണ അത് സ്ട്രക്ചർ അത് വർക്ക് ചെയ്യാൻ ലേബറും കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 rupees കൂടെ മാക്സിമം, ഒരു 100 rupeesന് ആവറേജ് നമുക്ക് കോസ്റ്റ് ഇട്ട് മെറ്റീരിയൽ പ്ലസ് ലേബർ ഉൾപ്പെടെ നമുക്ക് കോസ്റ്റിംഗ് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു രീതി നോക്കുമ്പോൾ ഈ തടിപ്പണി വരുന്നിടത്ത്, തടിയാണ് ചെയ്യുന്നതെങ്കിൽ മൈക്ക ലാമിനേഷൻ കംപ്ലീറ്റ് അങ്ങനെയുള്ളൊരു രീതിയിലാണ് നമ്മൾ വർക്ക് പോകുന്നതെങ്കിൽ നമുക്ക് കോസ്റ്റ് ഒരുപാട് കൂടും. അപ്പം ആ ഒരു ഭാഗത്തിന് വളരെ നല്ല രീതിയിൽ പ്ലാനിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കൊച്ചു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, ചെറിയ 2 വിൻഡോസ് അല്ലേ? അത് ശരിക്കും അത് തുറന്നിട്ടാൽ കുറച്ചുകൂടെ എയർ സർക്കുലേഷൻ കൂടുകയും വേണ്ടിയിട്ടാണ് അത് കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇത് നമ്മൾ ബാത്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാത്റൂം ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സ്പേസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ അതിനോട് ചേർന്നിട്ട് അതുമായിട്ട് ലൈവായിട്ടുള്ളൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എല്ലായിടത്തും ഈ ഗ്രേ വിട്ടിട്ടുള്ള ഒരു കളിയില്ലല്ലേ? ഇല്ല, ഗ്രേ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത ബെഡ്റൂം, അതായത് ഇതിനോട് ചേർന്നിട്ടുള്ള വേറെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. ഇപ്പം ഈ ബെഡ്റൂമിന് ശരിക്കും ഏരിയ കുറവാണല്ലേ മറ്റേ? അത് 420 ഉണ്ടെങ്കിൽ ഇത് 390 ഉള്ളൂ. ചെറിയ വ്യത്യാസം. അപ്പം ആ ചെറിയ വ്യത്യാസം കൊടുക്കേണ്ടി വന്നു ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടി ചെറിയ വ്യത്യാസം കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇത് ആദ്യം ഇത് ഒരു കട്ടിലായിരുന്നു, പിന്നീട് പേരൻസിന് 2 കട്ടിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 2 കട്ടിലേക്ക് മാറുന്നതും. ഇതും നമ്മുടെ മെറ്റലിലാണ്, എല്ലാം കാണുന്നതും മെറ്റലിലാണ്. ഇതും മെറ്റലിന്റെ ഫ്രെയിമിൽ നമ്മൾ പ്ലൈവുഡ് ചെയ്തിരിക്കുക. പിന്നെ ഇവിടെ അവിടെ തന്നെ കൂട്ടുകാരൻ ഒരു വിൻഡോ, ഇവിടെ നമുക്ക് വെളിയിലത്തേക്കുള്ള വ്യൂ ഒന്ന് കാണാൻ പറ്റും. വെളിയിലത്തേക്കുള്ള വ്യൂ കണക്റ്റഡ് ആയിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് ടഫൻ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചോദിക്കാം, കള്ളന് വേണമെങ്കിൽ ഗ്ലാസ് തല്ലി പൊട്ടിച്ച് വീട്ടിനകത്ത് കടക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഉണ്ടാവും. ഇത് പൊട്ടത്തില്ലെന്ന് ഒരിക്കലും പറയില്ല. ഇപ്പോൾ ഒരു കള്ളന് വേണമെങ്കിൽ ഈസി ആയിട്ട് പൊട്ടിക്കാമെങ്കിൽ അതിനെക്കാട്ടി എളുപ്പമാണ് നമ്മുടെ ഒരു മെയിൻ ഡോർ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഈ ടഫൻ ഗ്ലാസ് അറിയാമല്ലോ, ബ്രേക്കബിൾ ആണ്. പക്ഷേ അതിനൊരു സമയമുണ്ടാവും, അത് ബ്രേക്ക് ചെയ്ത് കയറാനുള്ള സമയം. അതിനെക്കാട്ടി അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി എളുപ്പമാണ് ശരിക്കും നമ്മുടെ ഡോർ ബ്രേക്ക് ചെയ്യാൻ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ആ രീതിയിൽ നോക്കുവാണെങ്കിൽ കള്ളന്മാർക്ക് ഇത് പൊട്ടിച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല. കയറേണ്ടത് എങ്ങനെ വേണമെങ്കിലും കയറാം. ആരെങ്കിലും ഒരുത്തനെ കൊല്ലണം എന്ന് തീരുമാനിച്ചാൽ അവനെ കൊല്ലാൻ ഒരു കൊലപാതകയ്ക്ക് പറ്റുമെന്ന് പറഞ്ഞ കള്ളന് ഈസി ആയിട്ട് വേണമെങ്കിൽ ഒരു വീട്ടിൽ കയറണമെങ്കിൽ കയറാം. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ട്വിസ്റ്റ്, നമ്മളുടെ ട്വിസ്റ്റ് ഒന്ന് പരിചയപ്പെടണം, ട്വിസ്റ്റുകളെ ഒന്ന് പരിചയപ്പെടണം. അതെ. നമസ്കാരം. എന്താണ് സാറിൻ്റെ പേര്? ഇതൊരു പ്രേം. ബിനി. എന്ത് ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും? ഗ്രാഫിക് ഡിസൈനർ അല്ലേ? ഇദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. രണ്ടുപേരും വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം നിങ്ങളുടെ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള ആ ഒരു കണ്ടീഷനുമായിട്ട് മാച്ചായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും വീടുകൾ വെക്കുമ്പം ആൾക്കാർ ചോദിക്കുമ്പോൾ, വീട് നിർമ്മിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ആദ്യം പറയും വീട്ടുകാരുടെ ഫ്ലോ ചാർട്ട്, വീട്ടിലുള്ളവരുടെ ആ ഒരു ഡ്രീം. ഒരു വീട് എനിക്ക് വെക്കണം എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ രീതി ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരും ഒരു ഒഫീഷ്യൽ സ്പേസ് മസ്റ്റായിട്ട് വേണം. അപ്പോൾ നിങ്ങൾ ഇവിടെ എല്ലായിടത്തും ആ ഒഫീഷ്യൽ സ്പേസിനും ആ റീഡിങ് സ്പേസിനും ഭയങ്കര പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വന്നപ്പം മുതൽ പറയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്വിസ്റ്റ് എന്താണെന്ന് ഒന്ന് പറയാമോ ബിനി? എൻ്റെ ഫ്രണ്ട്, എഞ്ചിനീയറിംഗിന് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട് ഐശ്വര്യയുടെ ഹസ്ബൻഡാണ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ വൈഫ് ഐശ്വര്യയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് ബിനി. ഇവർ ഒരുമിച്ച് എഞ്ചിനീയറിംഗ് ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിൽ 4 വർഷം പഠിച്ചാണ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലേ?
അപ്പോൾ വീട് വെച്ച് പാല് കാച്ചൊക്കെ പറഞ്ഞിരുന്നു, ആ സമയത്ത് വരാൻ പറ്റിയില്ല. പക്ഷെ ഇത് വിശാലമായൊരു വരവായി പോയി. ഒന്ന് വീട് മൊത്തം എടുത്തിട്ട് ഞങ്ങളുടെ ചാനൽ കാണിക്കാൻ ഒരു സാധ്യത നിങ്ങൾ ഒരുക്കി തന്നതിന് വളരെ നന്ദി. അപ്പം വളരെ മനോഹരമായ വീടാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ വീടിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭാഗമുണ്ട്. അത് ഞാൻ ആദ്യമേ തന്നെ ഉണ്ണിയോട് ചോദിച്ചു. ഈ വീടിൻ്റെ എലിവേഷൻ്റെ ഭംഗി പോകുന്ന രീതിയിലുള്ള ഒരു ഗേറ്റും ഫെൻസിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഉണ്ണി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു തോത് എനിക്ക് മനസ്സിലാകുന്നത്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് പൊളിച്ച് കളയേണ്ടതാണ്. ഗേറ്റ് നമ്മുടെ റോഡ് വൈഡനിങ് വരുന്ന സമയത്ത് അത് പൊളിച്ച് കളയേണ്ടി വരും. എങ്കിൽ പോലും അതിനൊരു വൃത്തികേടാവാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീട് എടുക്കാനായിട്ട് വിളിച്ചതിന് നന്ദി. അപ്പോൾ ഉണ്ണിക്ക് ഒരുപാട് ഇതുപോലുള്ള മനോഹരമായ വീടുകൾ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവട്ടെ. അതുപോലെ ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ. നല്ല സന്തോഷത്തോടെയും എന്താ പറയണ്ടേ, ആരോഗ്യത്തോടെയും നല്ല സൂപ്പറായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവട്ടെ. ഇത് പെണ്ണാണോ ആണാണോ? മുടിയൊക്കെ വളർത്തുന്നേ ഉള്ളൂ. ഇത് ആൺകുട്ടിയാണോ? ഇവനെ എന്തിനാ ഈ മുടി ഇങ്ങനെ വളർത്തിട്ടേക്കുന്നത്? സാധാരണ ചൂട് സമയം പിള്ളേർ മുടി മൊട്ടയടിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലുള്ളതിൻ്റെ മുടി മൊട്ടയടിക്കാൻ പോവാം, കാര്യം ചൂട് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം വളരെ നന്ദി. അപ്പം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.